എല്ലാവർക്കും നമസ്കാരം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥികളും വോട്ടർമാരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയിലെ കഴിഞ്ഞ ഒരു 3-3.5 വർഷത്തോളമായിട്ട് വിവിധ പ്രവർത്തനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വിമർശനങ്ങളും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുമൊക്കെ വാർത്തകളിലൂടെ കൊടുക്കാനൊക്കെ ഈ സാധിച്ചിട്ടുണ്ട്. ചാലക്കുടി നഗരസഭാ കൗൺസിലർമാരെ പറ്റി പറയുമ്പോൾ അവരെല്ലാവരും തന്നെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഓരോ മേഖലകൾ ഓരോരുത്തർക്കുണ്ട്. അത് ഓരോരുത്തരും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പലതരത്തിലാണ് കൗൺസിലർമാരുടെ ഇടപെടലുകൾ. പക്ഷേ ചാലക്കുടി നഗരസഭയിലെ പാലിയേറ്റീവ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു കൗൺസിലറുണ്ട്. അദ്ദേഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം. അതിപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ഇനി അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കടപ്പാട് എനിക്ക് അപ്പോൾ തീർക്കാൻ പറ്റുന്ന സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് തോമസ് എന്നാണ്. ജോർജ് കുട്ടിയേട്ടൻ എന്ന് സ്നേഹത്തോടെ ഞങ്ങളെപ്പോലുള്ളവർ വിളിക്കുന്ന. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വലിയ ഗൗരവക്കാരൻ അല്ലെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനെന്നൊക്കെ തോന്നാം. പക്ഷേ വളരെ നിഷ്കളങ്കനായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യനാണോ എന്ന് ചിന്തിക്കാവുന്ന ഒരു കൗൺസിലർ. പലതരത്തിൽപ്പെട്ട മനുഷ്യന്മാർ നമ്മുടെ ചാലക്കുടി നഗരസഭയിലുണ്ട്. പക്ഷേ ഇതിൽ പാലിയേറ്റീവ് മനുഷ്യൻ, പാലിയേറ്റീവ് മാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂട്ടിരിക്കുന്ന കൗൺസിലർ എന്ന പേര് അക്ഷരാർത്ഥത്തിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരാളാണ് ജോർജ് തോമസ്. കോൺഗ്രസ് നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായിട്ടുള്ള UV തോമസിൻ്റെ മകനായിട്ടുള്ള ജോർജ് കുട്ടിയേട്ടൻ. അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ജീവകാരുണ്യ മനുഷ്യൻ എന്നൊക്കെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റെ അപ്പച്ചന് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഹോസ്പിറ്റൽ ബെഡ് വേണം. ഈ ഹോസ്പിറ്റൽ ബെഡ് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളാരും ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ബെഡെന്നോ അതല്ലെങ്കിൽ എയർ ബെഡെന്നൊക്കെ ഉള്ള ചിന്ത നമുക്ക് ആർക്കും ഇപ്പം നമ്മുടെ മനസ്സിലേ ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കണം. ഞാൻ അപ്പച്ചൻ ആശുപത്രിയിലായി അതിന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റുന്ന സമയത്താണ് ചിന്തിക്കണേ, ഇത് എവിടെ നിന്ന് കിട്ടും ഈ ഹോസ്പിറ്റൽ ബെഡ്? അത് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ബാക്ക് ഭാഗം പൊന്തുന്ന രീതിയിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോ പഞ്ചായത്തിനും വളരെ ദൃഢമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ എന്നോട് പറയുന്നത്, നീ ആ ജോർജ് കുട്ടിയേട്ടനെ വിളിക്കുന്നു എന്നോട് പറയുന്നത്. ഞാൻ ചാലക്കുടി നഗരസഭ കൗൺസിലറുടെ ദീപു ദിനേശാനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ജോർജ് കുട്ടിയേട്ടനെ വിളിക്കുക. എല്ലാവരും ജോർജ് കുട്ടിയേട്ടനെ വിളിക്കുന്ന പറയണത്. അങ്ങനെ ജോർജ് കുട്ടിയേട്ടനെ വിളിച്ചു. നിമിഷങ്ങൾക്കുള്ളിലാണ് ജോർജ് കുട്ടിയേട്ടൻ ഒരു 3-4 കട്ടിലുകൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. പക്ഷേ ജോർജ് കുട്ടിയേട്ടൻ ആ 3-4 കട്ടിലുകൾ സെറ്റ് ചെയ്ത് തരാൻ മാത്രമല്ല അത് വീട്ടിലേക്ക് എത്തിക്കാവുന്നുള്ള കാര്യം വരെയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ വീടിരിക്കുന്നത് മേലൂർ പഞ്ചായത്ത്, അദ്ദേഹം ചാലക്കുടി നഗരസഭയിലെ കൗൺസിലറാണ്. എനിക്കത് വളരെ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സംഭവമായിരുന്നു. ഇത് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചത്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ജോർജ് കുട്ടിയേട്ടൻ. കൊറോണ കാലഘട്ടത്തിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും സംഭവം. ഞാൻ ഒരാൾ എന്നെ കാണിച്ചു തന്നൊരു ഫോട്ടോ എന്നെ കാണിച്ചു തന്നു. അതായത് ഈ ജോർജ് കുട്ടിയേട്ടൻ ഈ ഓക്സിജൻ്റെ സിലിണ്ടർ ഇങ്ങനെ സൈഡിൽ ചുമന്നിട്ട്, അതായത് ഈ കൊറോണ കാലഘട്ടത്തിൽ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജന് ക്ഷാമം വന്നു. നമുക്കറിയാം ഒരു ആശുപത്രിയിൽ ഓക്സിജന് ക്ഷാമം വന്ന് എന്താ ചെയ്യാം? ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊറോണ രോഗികൾ നിരവധിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്സിജൻ കിട്ടാതെ രോഗികൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ ചുമലിലേറ്റി പോകുന്ന ഒരു ജോർജ് കുട്ടിയേട്ടൻ. ആ കാഴ്ച ചാലക്കുടിയിലെ പലരും ഇന്ന് മറന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാവും പകലും എന്നില്ലാതെ അതിൻ്റെ പിന്നാലെ ഓടി നടന്ന ഒരു കൗൺസിലറാണ് ഈ ജോർജ് കുട്ടിയേട്ടൻ. അത് ഞാൻ പറയാണ്ട് തന്നെ ഇത് നേരിട്ട് സാക്ഷ്യമുള്ള പല ആളുകളും ഈ ചാലക്കുടിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ജോർജ് കുട്ടിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സാധനങ്ങളും, അതായത് വീൽ ചെയറുകൾ, അതുപോലെ വാക്കിംഗ് സ്റ്റിക്കുകൾ, ഇനി അതുമാത്രമല്ല നമ്മുടെ ഈ കബൊക്കെ എടുത്ത് കളയുന്ന മെഷീനുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ എത്തിച്ചേരും. എൻ്റെ അപ്പച്ചനെ ഏറ്റവും അവസാന സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായിട്ട് വന്നു. ഇതെവിടെ നിന്ന് കിട്ടും? ദാ വരുന്ന അദ്ദേഹം വണ്ടിയിൽ ഈ സാധനമായിട്ട്. മനസ്സിലായിട്ടുണ്ടോ? ജീവന് കൂട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയെ അദ്ദേഹം നടന്നു പോകുന്നത് കാണുമ്പോൾ വലിയ ഗൗരവത്തിൽ ഒരു പ്രത്യേക രീതിയിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. പക്ഷേ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനും. അതുപോലെ തന്നെ ഈ ജീവകാരുണ്യ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ അതിനെ ചാലക്കുടി നഗരസഭയിൽ ഇത്രമാത്രം ഏകോപിപ്പിച്ച മറ്റൊരു മനുഷ്യനില്ല. ഏത് രാത്രിയിലും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോ, ഈ ബെഡ് വേണം, ഓക്സിജൻ സിലിണ്ടർ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പോൾ തന്നെ വരും. ഇനി നമ്മൾ ഈ ചാലക്കുടിയിലെ ആൽഫ പാലിയേറ്റീവ് കെയർ സംവിധാനം എന്നൊരു സംഭവം കണ്ടുണ്ടാവും. പല സുമനസ്സുകളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ ഏകോപനം ഉണ്ടല്ലോ, ആ ഏകോപനം എന്ന് പറയുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ജോർജ് കുട്ടിയേട്ടൻ. അത് ഈ പാലിയേറ്റീവ് കെയർ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു വാർഷിക പരിപാടിയിലാണ് എനിക്കത് മനസ്സിലായത്. അതിൻ്റെ ചരിത്രം പറയുമ്പോൾ ജോർജ് കുട്ടിയേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംഗതി നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതിലെ ഓരോ വസ്തുക്കളും, അതായത് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടാവണം. ഒരു കിടപ്പ് രോഗി വന്നു കഴിഞ്ഞാലാണ് നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ നിരവധി കൗൺസിലർമാർ വേറെയുമുണ്ട്. പക്ഷേ ഒരു തുടക്കകാലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിട്ടുള്ളൊരു മനുഷ്യനാണ് ജോർജ് തോമസ് എന്ന് ഔദ്യോഗിക നാമധേയമുള്ള നമ്മുടെ ജോർജ് കുട്ടിയേട്ടൻ. അത് യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്.
അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ വിജയഭാവങ്ങളും വിജയാശംസകളും നേരുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു വഴിത്താരയാണ്. അതിലൂടെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും പുറത്തു നിന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ജോർജ് കുട്ടിയേട്ടനെ പോലുള്ള വ്യക്തികൾ കടന്നു വരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇനിയും കൂട്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ചാലക്കുടിയിലെ നിരവധി കിടപ്പ് രോഗികൾക്ക്, അതായത് ചാലക്കുടി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേരിട്ടും അല്ലാതെയും കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ജോർജ് കുട്ടിയേട്ടൻ ചാലക്കുടിയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നന്മകൾ നേരുന്നു. നല്ല നാട്, നല്ല മനുഷ്യരെ ഇനിയും ഓർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികൾ, കോവിഡ് കാലം, മഹാപ്രളയം, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഇന്നും ചാലക്കുടിയിലെ ഏറ്റവും മഹനീയമായ സേവനം നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കാൻ സാധിച്ചത്